ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. കുറേ നാളെ കണ്ടിട്ട്. ഞാനിപ്പോൾ തിരിച്ച് പോകേണ്ടതെത്തി. 2-3 ദിവസം എത്തിയിട്ട് എവിടത്തെ ക്ലൈമറ്റ് നാട്ടിൽ കൂടെ തന്നെ ഇപ്പോൾ മാറി കേട്ടോ. വന്നപ്പോൾ നല്ല ചൂടായിരുന്നു. നമ്മുടെ വണ്ടികളോട് കിടക്കുന്നുണ്ട്. ഞാൻ ഡ്യൂട്ടി തുടങ്ങിയിട്ടില്ല. ഇങ്ങനത്തെ ഈ അവസ്ഥയാണ്. ഇന്നിപ്പോൾ ഞാൻ വന്നതിൻ്റെ പിറ്റേ ദിവസം കൂടെ അവധിയായിരുന്നു. മഴ പെയ്യുന്നുണ്ട്. അതിൻ്റെ വല്ല വീഡിയോ ചെയ്യാനായിട്ടുള്ള ഒരു ഏരിയയിലോട്ട് ഞാൻ ഇങ്ങോട്ട് കയറാം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? നാട്ടിൽ മഴയൊക്കെ ആസ്വദിച്ച് ചൂടൊക്കെ മാറി. നല്ല ചൂടായിരുന്നു. 10 ദിവസം വീട്ടിൽ പോയിട്ട് പുറത്തിറങ്ങിയില്ല. പിന്നെന്താ പറയുക, ഫാമിലിയായിട്ട് നല്ലോണം എൻജോയ് ചെയ്തു. വീട്ടിൽ തന്നെ ഉണ്ടായാലോ. അപ്പോൾ പുറത്തോട്ട് പോയില്ല, പോകാൻ പറ്റിയില്ല. ഒരുപാട് കറങ്ങണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ വന്നത്, പക്ഷെ നടന്നില്ല. അപ്പോൾ ഗൈസ്, എനിക്ക് പറയാനായിട്ട് ഇന്നിപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ വന്നത് പ്രത്യേക ഒരു കാര്യം പറയാനായിട്ട്. നമ്മൾ യൂറോപ്പിലോട്ടോ അല്ലെങ്കിൽ UK-ലോട്ടോ അല്ലെങ്കിൽ കാനഡയ്ക്കോ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് കറൻസി, നമ്മൾ പോണ രാജ്യത്തേക്കുള്ള കറൻസി നമ്മൾ മാറി വെക്കണം. വേറെ നമ്മൾ ഇന്ത്യൻ മണി കയ്യിൽ വെച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ കറൻസി എപ്പോഴും നമ്മുടെ കയ്യിലുണ്ടാവണം. അത് എപ്പോഴും ഭയങ്കര ഉപകാരം ചെയ്യുന്ന സംഭവം. അതിൽ നമ്മളൊരു എന്താ പറയുക, ഒരു മടി കാണിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ വന്നപ്പോൾ എൻ്റെ അടുത്ത് യൂറോ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുഴപ്പമുണ്ടായില്ല, പ്രശ്നം ഉണ്ടായില്ല. പക്ഷെ പലവരും അതിന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഓൺ അറൈവലിൽ തന്നെ എയർപോർട്ടിൽ നിന്ന് തന്നെ നമ്മളൊരു സിം കാർഡ് എടുക്കാൻ ശ്രമിക്കുക. എടുക്കണം. എടുത്തിട്ട് അത് ആക്ടിവേറ്റ് ചെയ്യണം. മീൻസ് റീചാർജും ചെയ്യണം സിം കാർഡ്. അതൊരു നല്ല കാര്യമായിരിക്കും. നല്ല കാര്യമല്ല, അത് ചെയ്യണം നിങ്ങൾ എല്ലാവരും. അന്നേരം നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തൊരവസ്ഥ വരുന്നു. എന്തായാലും നാട്ടിൽ വന്ന് 1.5 മാസം നിന്നുള്ളൂ. എനിക്ക് 3 മാസം ലീവ് ഉണ്ടായി. ഞാൻ തിരിച്ചു പോന്നു. അവിടുത്തെ ക്ലൈമറ്റിൻ്റെ പ്രോബ്ലം കാരണം ഞാൻ തിരിച്ചു പോന്നു. ഞാൻ പോരാനപ്പോഴേക്കും മഴ വന്നു. പക്ഷെ അതിക്കുമ്പോൾ ഞാൻ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്, ഇവിടെ കുറച്ച് പേര് ഫ്ലൈറ്റിൽ വെച്ചിട്ട് 4 പേര് ഞാൻ വന്ന അതേ ട്രാവൽ ഏജൻസി വഴി തന്നെ വന്നവർ ഇങ്ങനെ കയറി പോകുന്നുണ്ട്. അവർക്ക് VFS കിട്ടി. എന്തോ പൈസ കൂടുതൽ കൊടുത്തിട്ടാണ് കിട്ടിയത്. പക്ഷെ അവർ വന്ന ശേഷം എനിക്ക് അവരായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. അവർ എൻ്റെ നമ്പർ മേടിച്ചിട്ടുണ്ടായി. അപ്പോൾ അവർ വന്നു. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും വരാൻ സാധിക്കും വേണമെന്ന് വെച്ചാൽ. കാരണം അവരൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക, 2 ചെറുപ്പക്കാരും ഒരു എന്നെപ്പോലെ തന്നെ ഏജ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പോൾ നിങ്ങൾക്കൊക്കെ ശ്രമിച്ചാൽ നടക്കും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ആദ്യത്തെ 2 വർഷം നമുക്ക് പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ടാവും. അതനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. വേറെ എന്താ പറയുക, ഇവിടെ ക്ലൈമറ്റ് മാറിയെന്ന് മീൻസ് മൊത്തത്തിൽ ഹോൾ വേൾഡായിട്ട് ക്ലൈമറ്റ് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. മഴയുടെ ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് ഇത് ഇൻസ്റ്റയിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പല സ്ഥലങ്ങളിലും വെള്ളപ്പൊക്കം, വെള്ളം അൺഎക്സ്പെക്റ്റഡ് ട്രെയിൻ ആയതുകൊണ്ടേ മഴയുടെ വെള്ളത്തിൻ്റെ തോത് ഭയങ്കര കൂടുതലായിട്ട് കാണുന്നുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ മുടിയൊക്കെയാണ് കളഞ്ഞു. മുടി ഇനി നീട്ടി വളർത്താൻ സാധ്യതയുണ്ട് ഇവിടെ വന്നതിന് ശേഷം. ആ നാട്ടിൽ വെച്ച് കളഞ്ഞ ചൂടായതുകൊണ്ട് എനിക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ പലവരും പല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല. ഓരോരുത്തരുടെ വ്യക്തികളുടെ ഇഷ്ടമാണ് മുടി വളർത്തുക, താടി വളർത്തുക എന്നുള്ളത്. ഞാൻ വീണ്ടും മുടി വളർത്തും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ നമുക്ക് വീണ്ടും കാണാം. ലൈനിലാകുമ്പോൾ ഞാൻ കുറച്ച് വീഡിയോസായിട്ടൊക്കെ വരാം. അപ്പോൾ ഇത് എല്ലാവരും മനസ്സിൽ കരുതുക. നിങ്ങൾ കയറി പോരാൻ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏത് രാജ്യക്കാരനായാലും, ഞാൻ ഇൻ്റർനാഷണലായിട്ട് പറയുന്നത്, നമ്മൾ പോകുന്ന രാജ്യത്തേക്കുള്ള അവിടുത്തെ പൈസ. ഇപ്പോൾ സപ്പോസ് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ നമ്മൾ യൂറോപ്പിലേക്ക് വന്നെയാണ്. അത് പോളണ്ടിലേക്ക് വന്നെയാണെങ്കിൽ പോളണ്ടിൽ സ്ലോട്ടിയാണ് ഉപയോഗിക്കണം. ഇപ്പോൾ ഫ്രാൻസ്, ജർമ്മനിയൊക്കെ ആണെങ്കിൽ യൂറോ മതിയാവും, എല്ലായിടത്തും അക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ പോളണ്ടിൽ നമുക്ക് സ്ലോട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ യൂറോ മാറിയിട്ട് സ്ലോട്ടി ആക്കി വയ്ക്കുക. കുറച്ച് അത്യാവശ്യം വേണ്ടത് ടാക്സി ചെയ്യാനും, അപ്പോൾ അത്യാവശ്യം ബസ്സിൽ കയറണമെന്ന് ബസ്സിൽ പേ ചെയ്യാനും അങ്ങനെയുള്ള പരിപാടികൾ ചെയ്ത് വയ്ക്കുക. പിന്നെ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ആരാണ് നമ്മളെ സഹായിച്ച് അവരുടെ കൂടെയാണ് നമ്മളവിടെ എത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ നമ്പറുകൾ, കോൺടാക്ട് നമ്പർ മേടിച്ച് വെക്കുക. പിന്നെ ആ നേരത്തെ പറഞ്ഞാൽ അവിടുത്തെ ഒരു സിം കാർഡ് മേടിക്കുക, ആക്ടിവേറ്റ് ചെയ്യുക. ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട്
നമുക്ക് വന്നിറങ്ങാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പല പല ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് പേരെ ഞാൻ മീറ്റ് ചെയ്ത് എയർപോർട്ടിൽ വെച്ചിട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞാണ്. എനിക്ക് അവരെ സഹായിക്കാൻ പറ്റിയില്ല, കാരണം എൻ്റെ അടുത്ത് സ്ലോട്ട് വളരെ കുറവുണ്ടായുള്ളൂ. എനിക്ക് പക്ഷേ കാർഡുണ്ടായിരുന്നു, പക്ഷെ അവർക്ക് ബാങ്ക് അക്കൗണ്ടോ കാർഡോ ഒന്നും ഇല്ലല്ലോ ആദ്യമായിട്ട് വരുമ്പോൾ. അതാണ് എൻ്റെ മെയിൻ പോയിൻ്റ്. അപ്പം നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ അടുത്ത് ആ രാജ്യത്തെ പൈസ നമ്മൾ മാറി വയ്ക്കണം. അത് മിക്കവാറും എയർപോർട്ടിൽ നിന്ന് മാറാൻ പറ്റും. എയർപോർട്ടിൽ നമ്മൾ കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഇപ്പോൾ ദുബായ് കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു, എൻ്റെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ദുബായിൽ വെച്ചായാലും മാറാതെ. അപ്പോൾ അന്നേരം അതിൻ്റെ റേറ്റ് ഒന്നും നോക്കിയിട്ട് അമാന്തിക്കരുത്, കാരണം നമുക്കത് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരാളെ വിളിക്കണമെങ്കിൽ, സഹായം ഇല്ലാണ്ട് വിളിക്കണമെങ്കിലോ അല്ലെങ്കിൽ നെറ്റ് ഉപയോഗിക്കണമെങ്കിലോ അല്ലെങ്കിൽ എന്തിനായാലും അത് നമുക്ക് വേണം. അപ്പോൾ അതങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അതെല്ലാവരും മനസ്സിൽ വയ്ക്കുക. എല്ലാവർക്കും നല്ല ശുഭദിനം ആശംസിക്കുന്നു. ഇപ്പോൾ പ്ലസൻറ്റ് ക്ലൈമറ്റ്, ഇവിടെയും വന്നപ്പോൾ ചൂടായിരുന്നു, ചൂട് മാറി. ഇവിടെയും ഇങ്ങനെ ക്ലൈമറ്റ് എപ്പോൾ വേണമെങ്കിൽ മാറി. ഇപ്പോൾ വേണമെങ്കിൽ 1 മണിക്കൂർ കഴിയുമ്പോൾ വേണമെങ്കിൽ വെയിൽ കയറി വരാം. അങ്ങനത്തെ ഒരു സ്ഥലമാണുള്ളത്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു.